ഇപ്പൊ മനസ്സിലായ അമ്മമാര് ഇതേപോലെയാണ് മക്കളെ എടുത്ത് വെച്ചോണ്ട് ജോലി ചെയ്യണം. ആവം കേട്ടാ, വല്ലാത്തൊരു പാചകമായി പോയി. ചട്ടി പൊട്ടിക്കരുത്, അഭ്യാസം കാണിച്ച്. ഹലോ ഗായ്സ്, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ചാലഞ്ചിങ് വീഡിയോ ആണ്, അതായത് നോ മണി ചാലഞ്ച് ആണ് ഗായ്സ്. ഇപ്പോൾ സമയം സത്യം പറഞ്ഞാൽ ഒരു 5:45 ഒക്കെ ആയി. ഞാനൊരു 5 മണിക്ക് അലാറം വെച്ച് എണീച്ചു. പക്ഷെ ദൂരം വൈകി പിന്നെ പകുട്ടം വെള്ളം ചോദിച്ചപ്പോഴാണ് വീണ്ടും ഞാൻ എണീക്കേണ്ടത്. നമ്മളെ ഇന്നൊരു ചാലഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നോ മണി ചാലഞ്ച് ആണ് ഗായ്സ്. അതായത് 1 രൂപ പോലും ഇന്ന് എടുക്കാതെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും. 1 രൂപ പോലും ഒരു ദിവസം നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും പാല് വാങ്ങിക്കേ, മിഠായി വാങ്ങിക്കേ, പിള്ളേരെ കൊള്ളല്ലേ, എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്താലേ പറ്റുള്ളൂ. അതൊന്നും ഇല്ലാതെ ഇന്ന് സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് പുറത്തുനിന്ന് ഒന്നും വാങ്ങിക്കാതെ നമ്മൾ എങ്ങനെ ജീവിക്കുന്നതായിരിക്കും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇന്നിവിടെ ദോശമാവിരിപ്പുണ്ട്. ഇന്ന് എന്റെ പ്ലാൻ അതാണ്. അതായത് ദോശമാവിരിപ്പുണ്ട്, നമുക്ക് ദോശ ഉണ്ടാക്കി ചമ്മന്തി കറി വെക്കാം. കാരണം ഇന്ന് എനിക്ക് ലിച്ചുക്കുട്ടിയെ പഠിപ്പിക്കണം. കാരണം അവർക്ക് എക്സാം ആണ്. ജസ്റ്റ് കുറച്ചൊന്ന് റിവൈസ് ചെയ്യാണ്ട്. പാവം ഇന്നലെ ഒരുപാട് ടയർഡായി പോയി. കുറെ വഴക്ക് കേട്ടു. എനിക്ക് ഈ രാത്രി ഇവൻ എല്ലാ അമ്മമാർക്കും ഉള്ളതാണ്. ഞാൻ ഓൾറെഡി ഷോർട്സ് ഇട്ടിട്ടുണ്ട്. പിള്ളേരെ വഴക്ക് പറഞ്ഞിട്ട് പിന്നെ ഒരു കിടന്ന് ഉറങ്ങുമ്പോൾ സങ്കടം. അങ്ങനെ അപ്പൊ അത് വിട്. ഓക്കെ, അപ്പൊ അവളെ പറഞ്ഞയക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെ പെട്ടെന്ന് നമുക്ക് ചമ്മന്തി കറി ഉണ്ടാക്കി ദോശ ഉണ്ടാക്കാം. പിന്നെ എന്ത് ചെയ്യാം, മുട്ട പൊരിക്കണോ? മുട്ട ഇരിപ്പുണ്ട്. പപ്പടം ഉണ്ടോ നോക്കാം. ഉണ്ടെങ്കിൽ സൈഡ് ടച്ചിങ്സ് ആയിട്ട് നമുക്ക് അതും കൂടെ നോക്കാം. പപ്പടം ഉണ്ടോ എന്ന് നോക്കട്ടെ. ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ഓക്കെ ആക്കാം. രാവിലെ ഫുഡ് എന്താണ്, ഉച്ചയ്ക്ക് നമുക്ക് എന്താണെന്ന് പതിയെ പറയാം. ഓക്കെ, കമോൺ ഗൈസ്, ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പോൾ ഗൈസ്, ഞാൻ രാത്രി എൻ്റെ ഈ അടുക്കളയിൽ വൃത്തിയാക്കി ഇട്ടിട്ടേ ഞാൻ കിടക്കാറുള്ളൂ. കാരണം എനിക്കതാണ് ഇഷ്ടം സത്യം പറഞ്ഞു. ഇല്ലെങ്കിൽ രാവിലെ വരുമ്പോഴത്തേക്ക് പാറ്റയും ഭയങ്കര സ്മെല്ലും ഒക്കെ ആയിരിക്കും. നമ്മൾ രാത്രി അടുക്കള വൃത്തിയാക്കിയിട്ട് കിടക്കുന്നതാണ്. പിന്നെ ഞാൻ പതുക്കെ സംസാരിക്കുന്നത് അറിയാമോ. ഇപ്പം ഞാൻ ഉറക്കം സംസാരിച്ച പിള്ളേരെനിക്ക് പാൽക്കുട്ടണിച്ച പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അത്രയും ടൈറ്റാണ് സത്യം പറഞ്ഞാൽ. അപ്പം അവൻ ഉറക്കമൊന്ന് ഷീറ്റിട്ട് വിടാൻ്റെ പെട്ടെന്ന് സൗണ്ട് അങ്ങോട്ട് കിട്ടും. അതാണ് ഞാൻ പതുക്കെ പറയണത് കേട്ടോ. എന്നാലും മാക്സിമം സൗണ്ട് വരാൻ നോക്കാം. ഓക്കെ, അത് ഏർപ്പിക്കുന്നില്ല. അപ്പം ഞാൻ എൻ്റെ അടുക്കള കാണിച്ചു തരാം കേട്ടോ. ഞാൻ വൃത്തിയാക്കിയിട്ടേ കിടക്കുള്ളൂ കാര്യം. അത് ഒന്ന് ചെറിയൊരു ശീലമായിപ്പോയി. ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ എന്നുവെച്ചാൽ ചേട്ടൻ്റെ അമ്മയാണ് എനിക്കത് പഠിപ്പിച്ചു തരുന്നത് കേട്ടോ. അവിടെ എപ്പോഴും അമ്മ രാത്രി ക്ലീൻ ചെയ്തിട്ടേ കിടക്കും. അത് പിന്നെ എനിക്ക് ശീലമാണ്. ഇവിടെ വന്നിട്ട് ഞാനും അത് തുടർന്നു. എന്തായാലും ഞാൻ അത് കാണിച്ചു തരാം. ഇനി നമ്മുടെ പരിപാടിയിലേക്ക് പോകാം. ദീർഘിപ്പിക്കുന്നില്ല, കാരണം പെണ്ണിന് റിവിഷൻ ചെയ്യാനുള്ളതുകൊണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് ദോശമാവ് എടുത്തിട്ട് വരാം, തേങ്ങ എടുത്തിട്ട് വരാം, ചമ്മന്തിയും ദോശയും പപ്പടം ഉണ്ട്, നമുക്ക് സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പം അറിയാമല്ലോ, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതേ ഉള്ളൂ മാവ്. അപ്പം അത് കുറച്ച് തണുപ്പ് മാറിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കുക്കിംഗ് തുടങ്ങാം. അപ്പം ഒന്ന് കലക്കിയത് crank the AC to 79 and make a little island right here and there ain't a palm tree. ഇത് വെച്ചിട്ടാണ് കേട്ടോ ഗൈസ് ഞാൻ തേങ്ങ തിരുവാൻ പോകുന്നത്. ഇവിടെ സ്പേസ് കുറവായതുകൊണ്ടാണ് ഈ ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്യണത്. എടുത്ത് വെക്കാം, തിരിച്ചെടുത്തത് താഴെ വെക്കാം. കുറച്ച് തേങ്ങ മതി കേട്ടോ. ഞാനും പകുടനും വിച്ചുകുട്ടിയില്ല, അവരൊക്കെ എത്ര തിന്നും. എനിക്കിട്ട് പോരാ, എൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് ഉള്ളപ്പോൾ നമ്മൾ ധാരാളം ഇട്ട് നമ്മൾ ചെയ്യും അല്ലേ. ഇല്ലാത്തപ്പോഴാണ് നമുക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവുന്നത്. ഇപ്പോൾ ഇവിടെ തേങ്ങ ഉണ്ട്, എനിക്കിവിടെ കുറച്ച് തെങ്ങൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് തേങ്ങ ഓക്കെയാണ്. പക്ഷേ ചില സമയത്ത് നമുക്ക് ഇല്ല എന്നൊരവസ്ഥ വന്നാൽ എന്ത് ചെയ്യും അല്ലേ. അപ്പം ഈ തേങ്ങയുടെ തന്നെ ഇത് പറയണേണ് ഓക്കെ ആണെന്നുള്ളതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് നമുക്കില്ല ഇപ്പം റിജക്റ്റ് ചെയ്യുക, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ തേങ്ങയിൽ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് എടുത്ത് കളയണവർ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ, നമ്മുടെ ഈ സ്പൂണില്ലേ, സ്പൂണിൻ്റെ എന്തെങ്കിലും ബാക്ക് ഇട്ട് നമുക്ക് ഇങ്ങനെ ചുരുണ്ടിയെടുക്കാം. ഇങ്ങനെ ചുരുണ്ടിയെടുക്കുമ്പോഴത്തേക്കും ഞാൻ കാണിച്ചു തരാം. എന്താ തേങ്ങ അതേപോലെ വരുന്നു. എന്താ ആ തേങ്ങ മാത്രം ഇളകി വരും, ആ പൂപ്പ് അവിടെ തന്നെ ഇരിക്കും. അപ്പം നമുക്ക് ഇങ്ങനെയും ഹാക്സ് ഉണ്ട്. എന്തായാലും നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ല ഒന്നും. അപ്പം എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ പിശിക്കുകയാണ്.
ലൈഫിൽ ചിലപ്പോൾ നമുക്ക് പിശിക്കേണ്ടി വരും ചില സന്ദർഭം. കാരണം ഞാൻ എല്ലാവർക്കും വാരി കൊടുത്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ ലൈഫ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില സമയം നമ്മളെല്ലാം അറിഞ്ഞ് തന്നെ ജീവിക്കണം. അതങ്ങനെയാണ്. അല്ലാതെ നമുക്ക് ഉണ്ടെന്നും പറയുമ്പോഴത്തേക്കും നമ്മൾ ധാരാളത്തോടെ ചിരിക്കാൻ പാടില്ല. നമുക്ക് ഏതൊരു അവസ്ഥയും ലൈഫിൽ വരും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കണം. അപ്പം ഒന്നാമത് നമ്മൾ ചാലഞ്ചാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം മാക്സിമം വീട്ടിലുള്ളത് യൂസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. കമൻറ്റ് ചെയ്യണം കേട്ടോ. രാവിലെ ഇതേപോലെ എണീച്ച് പണി ചെയ്യണം അമ്മമാര്. അത് സുഖമായിട്ട് കട്ടിൽ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റണില്ല. നമ്മുടെ ചമ്മന്തിക്കുള്ള എല്ലാ സാധനങ്ങളും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കാം. ഓക്കെ, പപ്പടം കിട്ടി ഗായ്സ്, പപ്പടം കിട്ടി. അറ്റമുളക് എടുക്കാൻ പോയതാണ്, പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു കേട്ടാ, ഈ പെട്ടിക്കകത്തുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പപ്പടം കൂടെ തിന്നാൻ വേണ്ടി പോയത്. പവിക്കുട്ട എണീച്ച് ഗായ്സ്. അപ്പോൾ ഇനി അവരെ ഒന്ന് സെറ്റാക്കിയിട്ട് വന്നിട്ട് ബാക്കി ഗായ്സ് ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഞാൻ തീരെ ടയേർഡായിപ്പോയി. കാരണം നമ്മുടെ ലിച്ചുകുട്ടിയെ സ്കൂളിലാക്കി. ടയേർഡെന്ന് വെച്ചാൽ ടെൻഷൻ, BP അറ്റ് ദ പീക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവൾക്ക് എക്സാമും കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനായിരുന്നു ഗൈസ്. അവൾ ഒരുവിധം എങ്ങനെയൊക്കെ റെഡിയായി പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ചാലഞ്ചിങ്ങിലോട്ട് വരാം. ഇത് ലൈഫിലൊരു പാർട്ടാണ്. ഇതെല്ലാം വെച്ചിട്ടാണ് ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീഡിയോസ് ഒക്കെ എടുക്കണ ഗൈസ്. അത് അത്രയ്ക്കും ഒരു റിസ്ക് ആണ് സത്യം പറഞ്ഞാൽ. പുറമേന്ന് കാണുന്ന ഒരാൾക്ക് തോന്നും ഞാൻ ഓക്കെ ആണ്, ഫ്രീ ആയിട്ട് ഞാൻ എല്ലാം അങ്ങ് വീഡിയോ എടുക്കുകയാണ്, അടിച്ച് പൊളിക്കണം. പക്ഷേ ടഫാണ് ഗൈസ്, നല്ല ടഫാണ്. ഓൾറെഡി ദോശയൊക്കെ ചുട്ടായിരുന്നു നമ്മുടെ ലിച്ചുകുട്ടിയെ സ്കൂളിൽ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അടുത്ത എനിക്ക് കഴിക്കാൻ ദോശ ചുടാം. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടാ, ഇന്ന് നോമണി ചാലഞ്ച് എടുക്കണോണ്ടായിരിക്കും എൻ്റെ അച്ഛൻ വീട്ടിൽ നിന്ന് ബീഫ് കറി കൊണ്ടുവന്ന് തന്നു ഗൈസ്. എന്തൊരു സന്തോഷം ഉണ്ടാവില്ലേ? അപ്പൊ ഇന്ന് നമുക്ക് അതും കൂടെ വെച്ച് ദോശയില്ല. ഇത് അറിഞ്ഞെങ്കിൽ സത്യം പറഞ്ഞ ചമ്മന്തി ഉണ്ടാക്കൂലായിരുന്നു കേട്ടാ. അതും തീർക്കണം ഇതും തീർക്കണം, നമുക്കെല്ലാം കൂടെ ഒന്ന് തിന്നാം. അതുകൊണ്ട് ഇന്ന് ബീഫ് കറിയും ഉണ്ട്, ദോശയുണ്ട്, കൂടെ നമുക്ക് സൈഡ് ഡിഷായിട്ട് ഇനി ചമ്മന്തി എടുക്കാം. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലേ? ബീഫ് കറി ഉള്ളപ്പോൾ നമ്മള് കേരളീയരുടെ ഒരു വികാരമായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ ബീഫും പൊറോട്ട. ഇവിടെ പൊറോട്ടയിലെ ബീഫ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്ന് അതും കൂടെ കിട്ടി, സന്തോഷമായിരിക്കുന്നു. അപ്പോൾ ഗൈസ്, ദോശ ആൻഡ് ബീഫ് കറി, എന്താ ചമ്മന്തി. ബീഫ് ഇരിക്കുമ്പോൾ എങ്ങനെ ചമ്മന്തി വെച്ച് തിന്നും. ഞാനിവിടെ കുറച്ച് നമ്മളെ ഉച്ചത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ന് രസവും പൊരിച്ച മീനും തോരൻ വേണ്ട വിഴുക്കാക്കാന്ന് കരുതി. കാരണം ക്യാബേജ് തോരൻ തിന്നു ഞാൻ മടുത്ത്, എന്താണെന്നോ സാധാരണ അങ്ങനെ കഴിക്കില്ല. പിന്നെ അന്ന് നമ്മുടെ കർക്കിടക വാവിന് വാങ്ങിച്ച കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് എന്തായാലും വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പൊ പിന്നെ ഞാൻ ക്യാബേജ് വിഴുക്ക് വെക്കാന്ന് വിചാരിച്ചു. ചേട്ടൻ വന്നിട്ട് എന്തോ പുളിശ്ശേരി അങ്ങനെ എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കി തരാൻ പറയുന്നത്, എന്താണെന്ന് നോക്കാം കേട്ടാ ഇന്ന്. അപ്പൊ നമുക്ക് ആദ്യം രസവും വെച്ച് പൊരിച്ച മീനും ഉണ്ടാക്കാം. ഇതില് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി അതിന്റെ പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീൻ ഞാൻ പെരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. പിന്നെ ഗായ്സ്,
ആദ്യമൊക്കെ എനിക്ക് നിങ്ങളടുത്ത് ഇങ്ങനെ വന്ന് സംസാരിക്കാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, അയ്യോ എങ്ങനെ വീഡിയോ എടുക്കും, എന്ത് പറയും ഞാൻ. ഇപ്പൊ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട്, ഷെയർ ചെയ്യാനുള്ളത് കണക്കാണ് എനിക്ക് ഫീൽ ചെയ്യണം. സത്യമായിട്ടും ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നുകയാണ്. നമുക്ക് ഇൻട്രസ്റ്റോടെ എന്ത് കാര്യങ്ങൾ ചെയ്താലോ സൂപ്പർ ആയിരിക്കും എന്നല്ലേ പറയണം. അപ്പോൾ ഫുഡ് ഞാൻ കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ മീനൊക്കെ അരിഞ്ഞ് എന്തെന്ന് പറയാൻ റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് ചെയ്യണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നല്ല BP കയറിയത് പോലെ എനിക്ക് ഫീലായി. ഇപ്പൊ ഓക്കെയാണ്, ഞാൻ ഇപ്പൊ പഴയ വീട്ടിലോട്ട് വന്ന് നമുക്ക് രസം ഉണ്ടാക്കാം. ആവട്ടെ, ചൂടായിട്ട് നമുക്ക് പൊരിച്ച മീൻ ഇട്ട് കൊടുക്കാം. പക്ഷെ മീൻ പൊരിക്കാൻ ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത തോരനും കൂടെ നമുക്ക് വില്ല. അപ്പൊ ഗൈസ് ചേട്ടൻ വന്ന് പാവം കേട്ടാ, വല്ലാത്തൊരു പാചകമായി പോയി. പുളിശ്ശേരി എന്തോ പുതിയൊരു സ്പെഷ്യൽ എനിക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടി വന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, ഇപ്പൊ മനസ്സിലായ അമ്മമാര് ഇതേപോലെയാണ് മക്കളെ എടുത്ത് വെച്ചോണ്ട് ജോലി ചെയ്യണത്. അപ്പൊ പിന്നെ ഇത് ഫുള്ള് നിങ്ങള് ഒറ്റയ്ക്ക് ചെയ്യണം. അവനെ എടുത്തു വെച്ചുകൊണ്ട് ചെയ്യണം, അപ്പോഴേ എന്റെ വിഷമം മനസ്സിലാവുള്ളൂ ഗൈസ്. അങ്ങനെ തന്നെ ഒരു മദർ വാരിയറിന്റെ അടുത്താണ് ചോദിക്കുന്നത്. ഓ എന്റെ കഷ്ടപ്പാട് എനിക്കെല്ലാം അറിയാവുള്ളൂ. ഒരു നേരം ആവുമ്പോ അമ്മ കരയാൻ വേണ്ടി തുടങ്ങും എന്റെ മോൻ പ്രാപ്ര. പിന്നെ ഗൈസ് പവിക്കുട്ടന്റെ സ്പെഷ്യൽ സ്പൈഡർമാന്റെ പേരാണ് പ്രാപ്ര. പ്രാപ്ര ഉടുപ്പിൽ എന്തൊരു കറിയായി. ഓ കയ്യരിഞ്ഞ് വിടട്ടല്ലൂടാ. ചട്ടി പൊട്ടിക്കരുത്, അഭ്യാസം കാണിച്ച്. നിങ്ങള് പൊട്ടിക്കൂടെ? ആകട്ട് തിന്നിട്ട് പറയാം നാളെ പാചകം സക്സസ് ആയില്ലേ. Do you hear that? My sanity about to break while everyone I know's out. On a trip, on a boat, on a lake. I'm tired of feeling all FOMO. Babe, I don't even care if we stay home. Put our to-do list on ice. We crank the AC to 79 and make a little island right here. And there ain't a palm tree inside, but there's not a cloud in your blue eyes. If we need a drink, I'll be the... കറക്റ്റ് ആയിട്ടുള്ള ദിവസം കേട്ടോ ഗൈസ് നോ മണി ചാലഞ്ച്. ഞാൻ നോ മണി ഇറക്കണ്ടെന്ന് വെച്ചപ്പോ എന്റെ വീട്ടിൽ നിന്ന് വീണ്ടും ഉണ്ണിയപ്പം കൊടുത്തു വിട്ട് ഗൈസ്. ഇത് വേണം എനിക്ക്. ഇന്നത്തെ ചായ കുടിയും സൂപ്പർ ഗൈസ്. അപ്പൊ ഞാൻ ചായ കുടിച്ചിട്ട് അപ്പൊ രാത്രിയായി. നമ്മുടെ ചാലഞ്ച് ഇതാ ഇവിടെ തീരാൻ വേണ്ടി പോവേ. ഇന്നത്തെ ചാലഞ്ച് സക്സസ് ആയി. കാരണം ഒരു പൈസ പോലും ചിലവാക്കാതെ പുറത്തുനിന്നൊന്നും വാങ്ങിക്കാതെ ഞാൻ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും വിചാരിച്ചാലും നടക്കുമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കണം. അപ്പൊ രാത്രിത്തെ ഫുഡെന്ന് ഞാൻ ഉദ്ദേശിക്കണം ചപ്പാത്തി, ഒരു മുട്ട, പിന്നെ ഇത്തുപുര മാങ്ങാച്ചാർ. ഇത് വെച്ച് തിന്നാനാണ് ഞാനിന്ന് വിചാരിക്കണം. കാരണം ഓൾറെഡി ഇവിടെ ചപ്പാത്തി ഉണ്ടായിരുന്നു, ഒരു 5 ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പൊ അത് പിള്ളേർക്കും കൊടുത്തു. ഇത് ബാക്കി 3 കൊണ്ട് ഞാനും കഴിക്കാൻ വേണ്ടി പോകണം. അപ്പൊ അതും കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി തീരെയാണ്.
ചപ്പാത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ ചാലഞ്ച്. ഇതേപോലെ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും കേട്ടോ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഫുൾ വേണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് പ്രചോദനം. കാരണം എനിക്ക് ഇനിയും വീഡിയോസ് ചെയ്യണമെന്നുള്ളൊരു ആ ഒരു മോട്ടിവേഷൻ ഈ നിങ്ങളുടെ സപ്പോർട്ടാണ്. അപ്പോൾ അത് ഫുള്ളായിട്ട് എനിക്ക് വേണം. ഇനിയും പുതിയ പുതിയ ചാലഞ്ചിങ് വീഡിയോസ് ആയിട്ട് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ തിരിച്ചു വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു ഗൈസ്, ബൈ.